ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നമ്മൾ വയറും മനസ്സുമൊക്കെ ഒരുപോലെ നിറയുന്ന നമുക്ക് ഹെൽത്തി ആയിട്ട് സന്തോഷത്തോടു കൂടി കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാം, ഇത് മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 പീസ് ഇതുപോലെ 2 വലിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇതിന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം റവ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാ റവ തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റവ ഇടുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കളറൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റവൻ്റെ അളവ് അനുസരിച്ചിട്ട് നമുക്ക് ശർക്കരയുടെ എണ്ണം കൂട്ടാട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരണം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ. നന്നായിട്ട് വെന്തിട്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-ാം പാൽ വെച്ചെടുക്കാം കേട്ടോ. 1 മുറി തേങ്ങയുടെ 2-ാം പാൽ അത്രയും ആവശ്യമുള്ളൂ, കാരണം നമ്മൾ അത്രയല്ലേ എത്തിച്ചുള്ളൂ. അപ്പോൾ 1 മുറി തേങ്ങയുടെ 2-ാം പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പായ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പായ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് കുറുകി വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ പായൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏലക്കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം നല്ല കട്ടിയുള്ള 1-ാം പാൽ വെച്ചെടുക്കാം കേട്ടോ. നല്ല കട്ടി തന്നെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒരുപാട് തിളപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, 1/2 കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ ഇതുപോലെയുള്ള കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 1-ാം പാൽ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പം നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.